ഹായ് ഗൈസ്, കണ്ണൂരിലെ വെറും 150 രൂപയ്ക്ക് ഒരു രാത്രി താമസിക്കാൻ സൗകര്യമുള്ള സ്റ്റാർ ഹോസ്റ്റലാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. അതിനെക്കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. 150 രൂപയ്ക്ക് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ഡോർമിറ്ററി സൗകര്യം ഇവിടെ ലഭ്യമാണ്. 250 രൂപയ്ക്ക് സിംഗിൾ റൂം ലഭ്യമാണ്. 400 രൂപയ്ക്ക് ഡബിൾ റൂമും ലഭ്യമാണ്. സ്റ്റാർ ഹോസ്റ്റൽ പുറകിൽ കാണാം. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കംപ്ലീറ്റ് വാക്ക് ത്രൂ വീഡിയോ ഇനി നിങ്ങൾക്ക് കാണാവുന്നതാണ്. പുറത്തുനിന്ന് തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നൊക്കെ കോഴിക്കോട് നിന്നൊക്കെ കണ്ണൂരിൽ വരുമ്പോൾ ഇവിടെ കിട്ടുന്ന സൗകര്യങ്ങളെക്കുറിച്ച് വിശദമായി കാണാം. താങ്ക് യു. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അധികം ദൂരെ അല്ലാതെ റെയിൽവേ സ്റ്റേഷൻ നേരെ ഈ റോഡ് ചെന്ന് കയറുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ന്യൂ സ്റ്റോർ, പ്രശസ്തമായ ന്യൂ സ്റ്റോറിൽ നിന്നും റെയിൽവേയിൽ നിന്ന് വരുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും തിരിയാതെ നേരെ വരികയാണെങ്കിൽ ഈ ഗോപാൽ സ്ട്രീറ്റിൽ നിങ്ങൾ ഈ കാണുന്നതാണ് സ്റ്റാർ ഹോസ്റ്റൽ. ഓക്കെ, ഇതാണ് സ്പോട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. പുറത്തുനിന്നുള്ള വ്യൂ ഇതാണ്. ഗ്രൗണ്ട്, ഫസ്റ്റ്, സെക്കൻഡ് ഫ്ലോർ, പിന്നെ മുകളിൽ ഓപ്പൺ ടെറസ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അധികം 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. ഹാജി മാർക്കറ്റിന് വളരെ അടുത്ത്. ഇതാണ് ഗേറ്റ് എൻട്രൻസ്. താരിഫൊക്കെ വളരെ ചീപ്പാണ്. എന്നാൽ നീറ്റ് ആൻഡ് ക്ലീനുമാണ്. ചില്ലറ ബൈക്ക് വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. വലിയ വാഹനങ്ങൾ പുറത്ത് നിർത്തിയിടാം, വിഷയം വരില്ല. താഴെ ഗ്രൗണ്ടിലാണ് റിസപ്ഷൻ. റൂംസൊക്കെ മേലെയാണ്. റിസപ്ഷനിസ്റ്റ് ഇവിടെ ഉണ്ട്. നമുക്ക് പരിചയമുള്ള ആളാണ്. നമസ്കാരം. ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ട് നിങ്ങൾ അനുവാദമില്ലാതെ. നിങ്ങളുടെ ലോഡ്ജിനെ കുറിച്ചാണ്. നിങ്ങൾ എന്തായാലും അനുവദിക്കുന്ന എനിക്കറിയാം. സ്റ്റാർ ഹോംസിനെ കുറിച്ച് ആൾക്കാർ, സ്റ്റാർ ഹോസ്റ്റൽ, സ്റ്റാർ ഹോസ്റ്റലിനെ കുറിച്ച് ആൾക്കാർ അറിയണം എന്നുള്ളത് എൻ്റെ ഒരു താല്പര്യമാണ്. കണ്ണൂരുകാർ പോലും എത്ര പേര് അറിയും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ 150 രൂപയ്ക്ക് ഡോർമിറ്ററി സൗകര്യം അത് പല സ്ഥലത്തും ഇല്ല. കണ്ണൂരിൽ എവിടെയില്ല എന്ന് എൻ്റെ അറിവിൽ. വലിയ നഗരങ്ങളിലും മൈസൂരിലും ബാംഗ്ലൂരിലൊക്കെ കണ്ടിട്ടുമുണ്ട്. അതുപോലെ 100 രൂപയ്ക്ക് ഫ്രഷ് അപ്പ് സൗകര്യം, ശരിയല്ലേ? 100 രൂപയ്ക്ക് ഫ്രഷ് അപ്പ് സൗകര്യം, 150 രൂപയ്ക്ക് ഡോർമിറ്ററി സൗകര്യം, ഈ വെറും 250 രൂപയ്ക്ക് കോമൺ ബാത്ത് ആണെങ്കിലും സിംഗിൾ റൂം സൗകര്യം, അറ്റാച്ച്ഡ് 400 ഉള്ളൂ. അപ്പോൾ താരീഫും സൗകര്യങ്ങളും വെച്ചിട്ട് ഈ സെക്യൂരിറ്റി, ക്യാമറ, ആവശ്യത്തിന് വെള്ളം, ഇതൊക്കെ വെച്ചിട്ട് ബൂസ്റ്റ് ചെയ്തുകൊണ്ട്, ബൂസ്റ്റിംഗ് അല്ല, യഥാർത്ഥ ഇൻഫർമേഷൻ ഷെയർ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ. 24 മണിക്കൂർ സൗകര്യമുണ്ട് ഇവിടെ. 24 മണിക്കൂർ സൗകര്യമാണ്. 24 മണിക്കൂറും ചെക്ക് ഇൻ ചെയ്യാം. ഏത് അർദ്ധരാത്രി വന്ന് വിളിച്ചാലും തുറന്നു കൊടുക്കും. കറക്റ്റ്. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. രാത്രി റെയിൽവേയിൽ നിന്ന് വരുന്നവർ ലോഡ്ജ് തപ്പി ബാഗുമായിട്ട് വന്നിട്ട് ബെല്ല്, താഴത്തെ ബെല്ല് പ്രസ് ചെയ്ത് നിങ്ങൾ തുറന്നു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വളരെ 100 രൂപയ്ക്ക് ഫ്രഷ് അപ്പ് എന്ന് പറയുമ്പോൾ പിന്നെ റെയിൽവേ യാത്രക്കാർ 24 മണിക്കൂർ അന്ന് രാത്രിയും പിറ്റേന്ന് പകലും ഫുള്ള് റെസ്റ്റ് എടുത്തിട്ട് പോകാം ഡോർമിറ്ററിയിൽ. നമുക്കതൊക്കെ ഒന്ന് ഡയറക്റ്റ് ലൈവ് കാണിച്ചു തരാൻ പറ്റും നമ്മളെ പ്രേക്ഷക വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? ഓ ഷുവർ, താങ്ക് യു. ഉണ്ട് ബൈ ദ വേ. അലക്കാൻ സൗകര്യമുണ്ട്. ഓക്കെ, അതെ. ഓ, ഗ്രൗണ്ട് ഫ്ലോറിൽ അലക്കാനുള്ള സൗകര്യമുണ്ട്. 3-4 ദിവസം താമസിക്കുന്നവർ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ആയിട്ടാണ് വരുന്നെങ്കിൽ എല്ലാം വാഷ് ചെയ്ത് ഉണക്കിയിട്ട് പോകാം. ഗുഡ്. പിന്നെ ഇതൊരു പെയിൻ പോയിന്റ് ആണ്. ഫ്രീ വൈഫൈ. ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഫ്രീ വൈഫൈ ഉണ്ട് ഹോട്ടലിൽ. ലോണ്ടറി സൗകര്യം തൊട്ടടുത്തുണ്ട്. ഓക്കെ. പിന്നെ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. കച്ചറയൊന്നുമല്ല. അതൊക്കെ ഇവരെ കൺട്രോളാണ്. ക്യാമറയോ കാര്യങ്ങളൊക്കെ കാണാം. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഏത് റൂമാണ് സത്തർ ഭായ്? ഡബിൾ റൂം. 2 പേർക്ക് താമസിക്കാവുന്ന ബാത്ത് അറ്റാച്ച്ഡ് റൂമാണിത്. 500 രൂപ വാടക. വെറും 500 രൂപ 24 hours വാടക. ഒരാൾക്ക് 250 രൂപ ഷെയർ വരുള്ളൂ. ബാത്ത് അറ്റാച്ച്ഡ് വിത്ത് യൂറോപ്യൻ ക്ലോസറ്റ്, കുളിമുറി, ഷെൽഫ്. ഓക്കെ, സൂപ്പറായിട്ടുണ്ട്. നല്ല സൗകര്യം. 3 പേരുണ്ടെങ്കിൽ 120 രൂപ എക്സ്ട്രാ കൊടുത്താൽ മതി. അതെ, 3ാമത്തെ ഒരാളുണ്ടെങ്കിൽ 120 എക്സ്ട്രാ ബെഡ് അല്ലേ? 4 പേർക്ക് വരെ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. 2 ഫാൻ ഉണ്ട്. കറക്റ്റ്. 4 പേരെ ഗ്രൂപ്പ് ആണെങ്കിൽ 500 രൂപ 120 എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ 4 പേർക്ക് ഈ റൂമിൽ തന്നെ അടിപൊളിയായിട്ട് താമസിക്കാം. സൂപ്പർ. പിന്നെ ക്യാമറ ഉണ്ട് അല്ലേ? ക്യാമറ ഉണ്ട്. സെക്യൂരിറ്റി ഫീച്ചർ, വാഷ് ഉണ്ട്. ഇതൊക്കെ റൂംസാണ്. ഓക്കെ, ഡബിൾ റൂംസ്. നല്ല കാവിയിട്ട ബാൽക്കണിയിൽ ഇരുന്ന് പുറത്തേക്ക് നോക്കിയിരിക്കാൻ രസമാണ്. ഡോർമെറ്ററിയാണ് സത്താർ ഭായ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ട വ്യൂ ആ ടെറസാണിത്. നല്ല തണുപ്പാണ് കേട്ടോ ബിൽഡിങ്.
ലോക്ക്ഡൗൺ കഴിഞ്ഞ ഉടനെ ഞാനിവിടെ 1-2 മാസം താമസിച്ചിരുന്നു. അങ്ങനെയുള്ള പരിചയമാണ് സത്താർ ഭായിയായിട്ട്. ഇതാണ് ഡോർമിറ്ററി ഗൈസ്, 150 റുപ്യേൻ്റെ ഡോർമിറ്ററി. രണ്ടുപേര് സുഖനിദ്രയിലാണ് കാണാം. നിങ്ങൾക്ക് ഒരു ഫാൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, എവിടെ നിന്നൊക്കെയോ വന്ന് രാത്രി യാത്രയൊക്കെ കഴിഞ്ഞ് ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാമെന്ന്. ഈ ഒരു സൗകര്യത്തിന് ഡോർമിറ്ററി, ഇതാണ് ഞാൻ പറഞ്ഞത്, വെറും 150 രൂപ കൊടുത്താൽ മതി 24 hours. വെരി ഗുഡ്, വെൽ ഡൺ. ഓ വ്യൂ അതാ പറഞ്ഞത്. നല്ല ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നല്ല റിലാക്സ് ആണ്. ബിൽഡിങ് നല്ല തണുപ്പാണ്. അതെ, റെയിൽവേ. അതെ, ഞാൻ പറഞ്ഞ 5 മിനിറ്റ് വാക്കിങ്ങേ ഉള്ളൂ അവിടെ നിന്ന് റെയിൽവേ നിന്ന് ഇങ്ങോട്ടേക്ക് എന്നുള്ളത്. അതെ, ഇവിടുന്ന് കാണാൻ പറ്റുമോ? മുകളിൽ ടെറസ് ഉണ്ട്. ശരിയാണ്, നല്ല റിലാക്സ് ആണ്. ഹാജി മാർക്കറ്റ്, പച്ചക്കറി വെജിറ്റബിൾ മാർക്കറ്റ് വളരെ അടുത്താണെങ്കിലും ഈ ഗോപാൽ സ്ട്രീറ്റ് ലേശം ഒരു സ്വസ്ഥമായ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഈ ഗോപാൽ സ്ട്രീറ്റിന് പണ്ട് ഇവിടെ പിന്നെ പശുവായിട്ട് ബന്ധപ്പെട്ട ടീംസ് ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഗോപാൽ സ്ട്രീറ്റിന് പേര് വന്നതെന്നൊരു ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. ഉള്ളതാണോന്നറിയില്ല. കുറേ പഴയ വീടുകൾ ഇവിടെ കാണാം. എനിവേ, അത് ചരിത്രം. ഓക്കെ, ഇപ്പോൾ ഡോർമിറ്ററി കണ്ടു, ഡബിൾ റൂം ഉണ്ട്. ഇനി നമുക്ക് എല്ലാം ഫുള്ളാണല്ലേ? ഓക്കെ, അത് ഇതേ ഫോർമാറ്റ് തന്നെയാണ് ഈ ഡബിൾ റൂമിൻ്റെയും ഡോർമിറ്ററിൻ്റെ ഒക്കെ ഫോർമാറ്റിൽ. 150 റുപ്യേൻ്റെ ഡോർമിറ്ററി നിങ്ങൾ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. രാത്രി 10 മണിക്ക് ശേഷമൊക്കെ ആണെങ്കിൽ, ആരെങ്കിലും കിടന്നുറങ്ങുന്ന സമയമാണെങ്കിൽ അവർ തുറന്നു തരില്ല, കാരണം ഡിസ്റ്റർബ് ആവുന്നത് കൊണ്ട്. അതിപ്പോൾ നിങ്ങളാണെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് ഡോർമിറ്ററി തുറന്നിട്ട് വേറൊരാൾ വരുന്നത് നിങ്ങൾ ഉറക്കം കളയുമെന്നുള്ളതുകൊണ്ട് നിങ്ങൾക്കാണെങ്കിലും അത് സൗകര്യമാണ്. അതുകൊണ്ട് 10-10:30 മുമ്പേ ഡോർമിറ്ററി ബുക്ക് ചെയ്യണം. അവർ കർശനമായ ഒരു കൺട്രോളിങ് സത്താർ ഭായിൻ്റെ നേതൃത്വത്തിലുള്ളതുകൊണ്ട് തന്നെ സ്വസ്ഥമായി കിടന്നുറങ്ങാം. ഇത് 2nd ഫ്ലോറാണ്. ഇതൊക്കെയാണ് സിംഗിൾ റൂംസ് അല്ലേ? 260 രൂപ സിംഗിൾ റൂംസാണിത്. യെസ്, 24 മണി 24 hours, എനി ടൈം. ഏത് അർദ്ധരാത്രി വന്ന് മുട്ടിക്കഴിഞ്ഞാൽ തുറന്നു തരും. 520 രൂപ ഉണ്ടെങ്കിൽ 2 ദിവസം കണ്ണൂരിൽ സ്റ്റേ ചെയ്യാം. 400 ഡബിൾ നമ്മളിപ്പോൾ കണ്ടത്. അതിൻ്റെ വേറെ റൂം കോമണും ഉണ്ട്. ഡബിള് കോമൺ ആണെങ്കിൽ 400 ഉള്ളൂ. ഓക്കെ, കോമൺ എന്ന് പറയുന്നത് ബാത്റൂം ആവശ്യത്തിനുണ്ട്. ബാത്റൂമാണ് കാണാൻ പോകുന്നത്. 400 രൂപക്ക് 2 പേർക്ക് കോമൺ ബാത്ത് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. 500-ൻ്റെ നമ്മൾ കണ്ടു, ബാത്ത് അറ്റാച്ച്ഡ്. ഇവിടെ മാസങ്ങളോളം താമസിക്കുന്നവരൊക്കെ ഉണ്ട് ബൈ ദ വേ. ടോയ്ലറ്റ്സ്, കോമൺ ബാത്ത്, നല്ല സൗകര്യമുണ്ട്. ഞാൻ താമസിച്ചപ്പോൾ തന്നെ ഒരിക്കലും ഇവിടെ അങ്ങനെ ഒരു തിരക്കോ കാര്യങ്ങളോ ഉണ്ടാവാറില്ല. എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്. താങ്ക് യു. അങ്ങനെ ഒരു ക്യൂ നിൽക്കുന്ന അവസ്ഥയൊന്നും ഉണ്ടാവില്ല. എപ്പം കാലിയായിരിക്കും. കാരണം ഓരോരുത്തർ 7 മണിക്ക് പോകുന്നവരുണ്ടാവും, 8 മണിക്ക് പോകുന്നവരുണ്ടാവും, 9 മണിക്ക് പോകുന്നവരുണ്ടാവും. അപ്പോൾ 1 by 1 ആയിട്ട് വരുള്ളൂ. ആവശ്യത്തിന് ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പരമാവധി യാത്രക്കാരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളെ യാത്രക്കാരായ ഫ്രണ്ട്സ്. ഇതാണ് ടോപ്പ് എന്നുള്ള വ്യൂ, ഗംഭീര വ്യൂ ആണ്. ഞാൻ പറഞ്ഞ പോലത്തെ പഴയ വീടുകളൊക്കെ കാണാം. ദൂരെ കണ്ണൂർ നഗരത്തിനൊരു വിദൂര ദൃശ്യം കാണാം. ഫ്രഷപ്പ് 100 രൂപ സൗകര്യത്തിന് ഉപയോഗപ്പെടുത്താം. 1 മണിക്കൂർ ഇവിടെ കിട്ടും. 150 രൂപയ്ക്ക് ഡോർമെറ്ററി ഉപയോഗപ്പെടുത്താം. ഫാൻറ്റാസ്റ്റിക് വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഒരു ചെയർ വിട്ടിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, പുസ്തകം വായിക്കാനോ ഒക്കെ നല്ല മൂഡ് കിട്ടുന്ന സ്ഥലമാണ്. അല്ലെങ്കിൽ വെറുതെ അങ്ങനെ ഇരിക്കാം. ഓവർ തിരക്കില്ല, എന്നാൽ ടൗണിൻ്റെ സെൻട്രൽ തന്നെയാണ് താനും. റെയിൽവേ സ്റ്റേഷൻ, പയ്യാമ്പലം ബീച്ച്, പ്രമുഖ ഹോട്ടലുകൾ, താവക്കര ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡ് എല്ലാം അടുത്താണ്. ഇവിടെ താമസിക്കുന്ന ആളാണ് ബാഗണ്ണ അല്ലേ? ബാഗണ്ണ പേര്. സ്വദേശം എവിടെയാ? ಊರು ದಿಂಡಿಗಲ್ ಕರ್ನಾಟಕ. ಇಲ್ಲಿ ಸ್ಟಾರ್ ಹೋಮ್ಸ್ ಲಾಡ್ಜಿൽ ഇനി ரொம்ப നാൾ വരുന്നത്. നല്ല സേഫ്റ്റിയാ, ഒരു പ്രശ്നമില്ല. നല്ല സേഫ്റ്റിയാണ്. ഹാപ്പി ആണല്ലേ? രാത്രി എത്ര മണിക്ക് വന്നാലും തുറന്നു തരും. എല്ലാ സൗകര്യം, വണ്ടി നിർത്താനുള്ള സൗകര്യം തന്നു. വണ്ടി നിർത്താനുള്ള സൗകര്യമൊക്കെ തന്നു. 2 വീലർ വണ്ടി നിർത്താനുള്ള സൗകര്യം, എല്ലാ സൗകര്യം ചെയ്തു. സിംഗിൾ റൂമിലാണ് താമസിക്കാൻ. 250. നല്ല വെടിപ്പിലാണ്. വെടുപ്പ്, നീറ്റ് ആൻഡ് ക്ലീൻ.
കുഴപ്പമില്ല. ബാത്റൂം സൗകര്യം എല്ലാം നീറ്റാണ്, ഒരു കുഴപ്പമില്ല. വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം നിൽക്കും? വന്ന് ഒരു ദിവസം 2 ദിവസമൊക്കെ നിൽക്കും. ബിസിനസ്സിന് വേണ്ടി വരുന്നത്, ബിസിനസ് ആവശ്യത്തിന് മാസത്തിൽ 1-2 പച്ചക്കറി ബിസിനസ് വരും. മുതലാളി ഇവിടുത്തെ മുതലാളി ആണെങ്കിൽ നല്ല മനുഷ്യനാണ്, കുഴപ്പമില്ല, ഡീസന്റ് ആള്, അത് എല്ലാം കുഴപ്പമില്ല. കണ്ടീഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്ന് പറയാവോ സത്തർ ഭായി? അല്ല, വരുന്ന ആൾക്കാർ ഒരു ദിവസം മുമ്പ് ഒന്ന് ഫോണിൽ ബുക്ക് ചെയ്ത് വന്നാൽ വളരെ ഉപകാരം. ഒരു ദിവസം നാളെ വരുന്നുണ്ട്, ഇന്ന് ബുക്ക് ചെയ്താൽ ഉപകാരം അല്ലേ? റൂം മാറ്റി വെക്കും. ഗൂഗിൾ മാപ്പിലും ഞങ്ങൾ പിന്നെ പേരടിച്ച സ്റ്റാർ ഹോസ്റ്റൽ അടിച്ച നമ്പർ കിട്ടും, ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടി പറ്റും. ഈ നമ്പർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചിട്ട് ഒന്ന് വാക്കാല ബുക്ക് ചെയ്താൽ മതിയോ അതോ പേ? അല്ല, വാക്കാൽ മതി. വാക്കാല മതി, മാറ്റി വെക്കും. രാത്രി 12-1 മണിക്ക് ശേഷം വരുന്ന ആൾക്കാർ മാത്രം ഗൂഗിൾ പേ ചെയ്താൽ മതി, അല്ലെങ്കിൽ ബാക്കി ഇവിടെ വന്നിട്ട് കൊടുത്താൽ മതി. ഓക്കെ. വരുന്ന ഒരു ആധാർ കാർഡ്, ഒരു ID കോപ്പി കൊണ്ടുവരണം. അതെല്ലായിടത്തും വേണമല്ലോ, ആധാർ കാർഡും ID കോപ്പിയും. കോപ്പി തന്നാൽ മതി അല്ലേ? 24 hours താമസിക്കാം. 24 hours താമസിക്കാം. പകലാണ് വാക്കാല വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. അവർ പുറപ്പെടുമ്പോൾ ഒരു ദിവസം മുമ്പ്, ഒരു ദിവസം മുമ്പ് വിളിക്കണം. ഒരു ദിവസം മുമ്പ് വിളിച്ചാൽ റൂം മാറ്റി വെക്കാൻ പറ്റും. അവർ വന്നാൽ ഇല്ലാത്ത അവസ്ഥ വരില്ല, അതിന് വേണ്ടി അല്ലേ? വേറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലായിടത്തും ഉള്ളത് പോലെ. താങ്ക് യു. ഞാനിവിടെ താമസിച്ചുകൊണ്ട് എനിക്ക് അനുഭവമുള്ളൂ. നിങ്ങളെ നടത്തിപ്പ് രീതിയും കാര്യങ്ങളൊക്കെ, പിന്നെ ബിൽഡിങ്ങും നല്ലൊരു ബിൽഡിങ്, അഫോർഡബിൾ റേറ്റ്. ഇപ്പോൾ നിങ്ങൾ ഇതുമായിട്ടും സഹകരിച്ച് താങ്ക്സ്. എനിവേ, ഓൾ ദ ബെസ്റ്റ്. വീഡിയോ കണ്ടിട്ട് ആൾക്കാർ വരുമെന്ന് വിചാരിക്കാം. താങ്ക് യു.